യോഗി. ഓ എല്ലാവരും കിടന്ന് യോഗ കാണിക്കാൻ കണ്ടിട്ട് ഇവൾക്ക് എന്തോന്ന് പ്രയോജനം? ഇനിയിപ്പോ ഇവള് യോഗ ക്ലാസ് തുടങ്ങാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ യോഗ നശിച്ച്. ഹെഡ്ഫോൺസ് വെച്ചിട്ടുണ്ടല്ലേ? ഹെഡ്ഫോൺസ് ഉണ്ടാ? ആ ഉണ്ട്, അതുണ്ട് കേൾക്കാത്തത്. അമ്മ വിളിച്ചോ, നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടെ ബാക്കിലോട്ട് മാറി ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഒന്ന് അങ്ങോട്ട് പോയി ട്രൈ ചെയ്ത് നോക്കാം. സൂക്ഷിച്ചു പോകണം. അവളുടെ കയ്യിരിക്കട മേടിച്ചിട്ട് തിരിച്ചു വരരുത്. സ്വഭാവം തല തിരിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. സൂക്ഷിച്ച്. ചേച്ചി എന്ത് കാണണത്? എന്താണ് എന്ത് കാണണെന്ന്? ഞാനിവിടെ കാട്ട് എന്തെന്ന് പറ. ആ ചേച്ചി കാണിക്കാൻ യോഗയാണാ? ചേച്ചി യോഗയൊക്കെ മിനിമം കുറച്ച് ബോധമുള്ളവരെങ്കിലും കാണണം, എന്നാലേ മനസ്സിലാവും. ആയിക്കോട്ടെ. ചേച്ചി ചേച്ചി എന്ത് കാണുവാ? ലച്ചു ചേച്ചി എണ്ണീച്ചു, എനിക്ക് മുട്ട പൊടിച്ചാ. ലച്ചു, ആഹാ ഇവിടെ ഇരിക്കണാ? തുണിയൊക്കെ കഴിവുണ്ടേ ലച്ചു? ആ എന്ത് വെച്ചാൽ ഇങ്ങനെ ഊ ആന്നും പറയുന്ന അങ്ങനെ വായിലെന്താ പഴോ? അത് തന്നെ വാഴ പഴവും. ചേച്ചി ഞാൻ ചോദിച്ചത് ചേച്ചി പറയണ്ട, പോട്ട്. ഞങ്ങളെ പിള്ളേരാന്ന് പറയാം. അമ്മ ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചോദിച്ചാലൊന്നും പറയൂല. അടുക്കളയിൽ വന്ന് 2 പാത്രം കഴിച്ച് 2 പച്ചക്കറിയും കട്ട് ചെയ്തിട്ട് പോയതാ. പിന്നെ അങ്ങോട്ട് ഇല്ല. അതെ കുഴിപ്പുളത്ത് ഇതേപോലെ ആയിരിക്കും, ഇല്ല നൈസ് പണിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ നടക്കൂല കേട്ടാ. അത് തന്നെ. എൻ്റെ ഇപ്പം അടുക്കള കയറണമെങ്കിൽ ഞാൻ ചെയ്യണ പോലെ ജോലിയൊക്കെ ചെയ്യണം. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ട? അയ്യോ അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും വേണ്ട. കിട്ടിയെടുത്തോളം വേഷമായിട്ടുണ്ട്. 5 മക്കളെ കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തോന്ന് ഇവിടെ ഭയങ്കര ബഹളം? ഞാൻ കിച്ചണിൽ നിന്നാ അവിടെ ഞാൻ കേട്ടല്ല. എന്തുമാ ഇവള് വന്ന് എപ്പോ നോക്കിലും വീട്ടിൽ പ്രശ്നം തന്നെ. ഇത്രയും നാള് ഞാൻ നമ്മൾ ഒരുമിച്ച് സ്വസ്ഥയോടെ ഇരുന്നല്ലേ. ഇവളെ കൊണ്ട് ശല്യമാണല്ലോ. എന്താ പ്രശ്നം? എന്ത് എടാ ലച്ചു, നമ്മൾ മിണ്ടിട്ടൊന്നും മിണ്ടണില്ലല്ലോ. എന്ത് ചോദിച്ചാലും മൃഗസായെന്ന് പറഞ്ഞിരിക്കാം. ഊ ആന്നും പറഞ്ഞിട്ട്. ഡേ എന്താണ് ഇതിന്റെ കുഴപ്പം? കുഴിപ്പുളത്ത് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്ന വഴിയായിരിക്കും. ആണോ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ലച്ചു വന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് അച്ഛൻ്റെ അടുത്ത് പറയരുത്. അല്ല ഇപ്പൊ ഇവള് പ്രശ്നം ഉണ്ടാക്കിയാലും അവര് പ്രശ്നം ഉണ്ടാക്കിയാലും അച്ഛൻ അവരുടെ അടുത്തായിരിക്കും പ്രശ്നം ഉണ്ടാക്കണം. കാരണം ഇവള് തെറ്റ് ചെയ്ത അച്ഛനത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അച്ഛനാണ് കൊഞ്ചിച്ച് ചേച്ചിയെ വഷളാക്കിയത്. അത്ര തന്നെ. ലച്ചു എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടനോട് പറ. ആരിടപെട്ടില്ലെങ്കിലും ചേട്ടൻ ഇടപെട്ട് പരിഹരിച്ചു തരാം. പറ. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? എന്തിനാണ് ചേട്ടാ ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് അലക്കുന്നത്? ഞാൻ ആ കുഴിപ്പുറത്ത് പോയപ്പോ എന്ത് സമാധാനമായിരുന്നു എന്ന് അറിയോ? പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ആൾക്കാരാണല്ലോ. ഇതാരെ പറഞ്ഞിട്ട് പോണത്? ഇവിടെ നിന്ന് തൊള്ളർന്നു കഴിഞ്ഞാൽ അങ്ങനെ നെയ്യാറ്റിങ്ങനെ വരെ കേൾക്കും. ചുമ്മാ അല്ല അച്ഛൻ ഒരു പേരിട്ടത്, കോളാമ്പി ലച്ചൂന്ന്. അതിശയമാണല്ലോ അമ്മ. ഇത് നമ്മുടെ ലച്ചു ചേച്ചി അല്ല കേട്ടാ, ഒരുപാട് മാറി. ഒന്നും പറയാതെ പോയില്ലേ? അമ്മ നമുക്ക് കുഴിപ്പുളത്തൊന്ന് വിളിച്ചു ചോദിച്ചാലേ? ചേച്ചിയുടെ തലവിലെ തേങ്ങയും വീണാന്നല്ലോ. പോടാ. ലച്ചു ചേച്ചി അങ്ങനെ മാറുമോ? അങ്ങനെ മാറിയാൽ ശരിയാവില്ലല്ലോ. അതെ അതങ്ങനെ ശരിയാവും. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മാത്രമായിട്ട് അങ്ങനെ നന്നാവണ്ട. നന്നാവണ്ട.